ഇവിടെ ഒരു ബാലകനുണ്ട്, അവൻ്റെ പക്കൽ 5 യവത്തപ്പവും 2 മീനുമുണ്ട്, എങ്കിലും ഇത്ര പേർക്ക് എന്തുള്ളൂ എന്ന് പറഞ്ഞു. ബാക്കിയുള്ളവരെ സ്തോത്രം ബുദ്ധി കൊണ്ട് ഫിലിപ്പോസ് അളവെടുക്കുമ്പോൾ ബുദ്ധിയിലാണ് നോക്കുന്നത്. ഇതുകൊണ്ട് നടക്കത്തില്ല ബുദ്ധി. എന്നാൽ ഇന്ന് പകൽക്കാലം നമുക്ക് ബുദ്ധി അങ്ങ് ഓഫ് ചെയ്യാം, നമുക്ക് ആത്മാവിനെ അങ്ങ് ഓൺ ചെയ്യാം. അവിടെ മുതലാണ് സൂപ്പർ നാച്ചുറൽ ആരംഭിക്കുന്നത്. ഈ ബുദ്ധിയും ആത്മാവും കൂടെ ഒരുമിച്ച് ചലിക്കത്തില്ല. യേശുവിൻ്റെ നാമത്തിൽ എല്ലാ ബുദ്ധിയുടെ വാക്കുകളും ബുദ്ധിയുടെ ചിന്തകളും ഓഫാകട്ടെ, പകരം ആത്മാവ് ഓണാകട്ടെ. അന്ത്രയോസ് കണ്ടത് സ്തോത്രം ഒന്നുമില്ലായ്മയല്ല കണ്ടത്, ഏതാണ്ടുണ്ട്. നിനക്കെന്തോ ഉണ്ട്. പലപ്പോഴും കർത്താവ് പലരോട് ചോദിച്ചതാണ്, സ്തോത്രം നിനക്കുണ്ട്. എലീശ പ്രവാചകന്റെ ശിഷ്യന്റെ ഭാര്യയോട് ചോദിച്ചത്, നിന്റെ വീട്ടിൽ എന്തോ ഉണ്ട്? എനിക്കൊന്നുമില്ല. ഒന്നും ഇല്ലാത്തവനൊന്നും കാണത്തില്ല. നിനക്ക് എന്താണ് ഉള്ളത്? ആ അല്പത്തെ അധികമാക്കുന്നവനാണ് ദൈവം. നിനക്കറിയാം, കൈപ്പത്തി പോലെയുള്ള മേഘത്തെ കൊണ്ട് നാട് മുഴുവൻ മഴ പെയ്പ്പിപ്പാൻ കഴിവുള്ളവനാണ് ദൈവം. നിനക്കുള്ള അല്പത്തെ ദൈവം വർദ്ധിപ്പിപ്പാൻ വേണ്ടി പോകുന്നു. ഇറ്റ്സ് ദ ഗോഡ് ഓഫ് ഇൻക്രീസ്. നിന്റെ ചെറിയ പ്രാർത്ഥന സ്തോത്രം മണിക്കൂറുകളുള്ള വലിയ പ്രാർത്ഥനയാകാൻ പോകുന്നു. 2 ചെറിയ തുണ്ട് വാക്യം നിനക്കറിയാം, പക്ഷേ ഇൻ ജീസസ് നെയിം ഇന്ത്യൻ ചർച്ചിന് ഇതൊരു സ്പെഷ്യൽ വോയിസ് ആകാൻ വേണ്ടി പോകുന്നു. അല്പം കൃപയുടെ ജ്വലനമുണ്ടെങ്കിൽ കൃപാവരങ്ങളുടെ ബാഹുല്യത്തിൽ നിന്നെ നിറയ്ക്കാൻ ദൈവത്തിന് കഴിയും. കാരണം ഹി ഈസ് എ ഗോഡ് ഓഫ് ഇൻക്രീസ്.